Hello everyone, welcome to EduPod +1 Commerce and Humanities channel. It's me and Nafi. അങ്ങനെ നിങ്ങളുടെ ക്രിസ്മസ് എക്സാം ഒക്കെ കഴിഞ്ഞ് വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ സ്കൂളിലേക്ക് എത്തി നിങ്ങൾക്ക് ആൻസർ പേപ്പേഴ്സ് കിട്ടിയ ഒരു സമയമാണ് അല്ലേ? എങ്ങനെയുണ്ട് ആൻസർ പേപ്പേഴ്സിലെ മാർക്കുകളൊക്കെ? എന്താണ് ഓരോ സബ്ജക്റ്റിൻ്റെയും മാർക്കിൻ്റെ അവസ്ഥ? ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യട്ടോ. നിങ്ങൾക്ക് ആൻസർ പേപ്പേഴ്സ് കിട്ടിയ സബ്ജക്റ്റും ഓരോ സബ്ജക്റ്റിലും നിങ്ങൾക്ക് കിട്ടിയ മാർക്കുകളും അതേപോലെ ആ മാർക്കിൽ നിങ്ങൾ ഹാപ്പി ആണോ അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യട്ടോ. അപ്പോൾ നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും നിങ്ങൾ പഠിക്കുന്ന സ്കൂളും കൂടി ചേർത്ത് ടൈപ്പ് ചെയ്താൽ ഒരു സന്തോഷം. അപ്പം നിങ്ങൾക്ക് കിട്ടിയ മാർക്കുകൾ നിങ്ങൾ അതിൽ ഹാപ്പി ആണോ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളൊരു കാര്യം കൂടി ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഇതിൽ കമൻറ്റ് വരാൻ പോകുന്ന കമൻറ്റുകൾ ചില ആളുകൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും, ചില ആളുകൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരിക്കും. പക്ഷേ മറ്റു ചില ആളുകളുണ്ടാകും അവർ അൺഹാപ്പി ആയിരിക്കും, അവർ സാറ്റിസ്ഫൈഡ് അല്ല, അവർ പറയും എക്കണോമിക്സ് ടഫായി, അക്കൗണ്ടൻസി ടഫായി, എന്താ സാറേ ചെയ്യാൻ? അല്ല, ഇത്തവണത്തെ എക്സാം ടഫ് ആവാനുള്ളൊരു റീസൺ എന്താടാ? നിങ്ങൾക്ക് ആ സബ്ജക്റ്റിലെ കോൺസെപ്റ്റുകൾ ക്ലിയർ ആവാത്തതുകൊണ്ടാണ് ഇല്ലേ? നിങ്ങൾക്ക് ആ ഓരോ ഇപ്പോൾ എക്കണോമിക്സ് ആയാലും അക്കൗണ്ടൻസി ആയാലും അതിലെ കോൺസെപ്റ്റുകൾ നിങ്ങൾക്ക് എന്തായിട്ടില്ല, ക്ലിയർ ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവാഞ്ഞത്. അപ്പോൾ നിങ്ങൾ കോൺസെപ്റ്റുകൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ, കറക്റ്റായിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് ഓരോ സബ്ജക്റ്റിലും ഓരോ ചാപ്റ്ററിലും പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സാമും ടഫാവില്ല. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് എത്ര മണിക്കൂർ ചുരുങ്ങിയത് പഠിക്കണം? മിനിമം 3 hours എങ്കിലും നിങ്ങൾ പഠിക്കണം. ചുരുങ്ങിയത് 3 മണിക്കൂർ. ഞാൻ വെറുതെ പറയില്ല, മിനിമം 3 hours എങ്കിലും നിങ്ങൾ പഠനത്തിനായിട്ട് മാറ്റി വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ പല ആളുകൾക്കും സംഭവിച്ചത് അവർ എക്സാമിന് തലേന്ന് അങ്ങോട്ട് വന്നു, അല്ല എക്സാമിന് തലേന്ന് EduPodന്റെ ലൈവ് കാണാൻ വന്നു, എന്നിട്ട് തലേ ദിവസത്തെ ലൈവ് കണ്ടുകൊണ്ട് അവർ എക്സാം ഹാളിൽ പോയി. അപ്പോൾ ക്വസ്റ്റിനെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇതൊക്കെ ഇന്നലത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണല്ലോ, പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, ആൻസർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ തലേന്ന് മാത്രം പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും എന്ത് കിട്ടില്ല, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, ഇനിയുള്ള 2 മാസം സ്ഥിരമായിട്ട് 3 hours അഥവാ 3 മണിക്കൂർ നിങ്ങൾ പഠിക്കാനായിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ, 3 മണിക്കൂർ നിങ്ങൾ പഠനത്തിനായിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ, 3 മണിക്കൂർ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുമെന്നൊരു ചിന്തയിലേക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ മക്കളെ, നിങ്ങൾക്ക് ഉറപ്പാണ് ഇനി മാർച്ച് നടക്കാൻ പോകുന്ന പബ്ലിക് എക്സാമിന് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ ഈ കോൺസെപ്റ്റ് അല്ലെങ്കിൽ കോണ്ടന്റ് ക്ലിയർ ആക്കാതെ നിങ്ങൾ എക്സാമിന് പോയിട്ട് കാര്യമില്ല. എക്സാമിന് പോകുമ്പോൾ നിങ്ങൾ കോൺസെപ്റ്റ് അഥവാ കോണ്ടന്റ് ക്ലിയർ ആക്കിയിട്ട് പോയാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം സെറ്റാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് കോൺസെപ്റ്റും കോണ്ടന്റ് ക്ലിയർ ആക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഏറ്റവും ബെസ്റ്റ് നമ്മൾ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യാന്നുള്ള. ഒരുപാട് കുട്ടികൾ EduPodന്റെ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിൻ്റെയും ക്ലാസ്സുകൾ, ആ ക്ലാസ്സുകളുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, ടോപ്പിക്കായിട്ട് ക്ലാസ്സുകളൊക്കെ നമ്മൾ നമ്മുടെ ബൂസ്റ്റർ ബാച്ചിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് 9207998855 എന്ന നമ്പറിലേക്ക് നിങ്ങൾ ഒന്ന് വിളിക്കട്ടോ. അതിലേക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് ബൂസ്റ്റർ ബാച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അതിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും പറഞ്ഞു തരും. ഇനി നിങ്ങൾക്ക് ബൂസ്റ്റർ ബാച്ചിൽ നിങ്ങൾക്ക് മൊത്തത്തിൽ വേറെ എന്തൊക്കെയോ ഡൗട്ടുകൾ ഉണ്ട് അല്ലേ? നിങ്ങൾക്ക് +1 സംബന്ധിച്ച് ഒരുപാട് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട എന്താ, nafi.edupod എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കും. ഒരുപാട് ഉള്ളത് ഫോളോ ചെയ്തിട്ട് അവർ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ nafi.edupod എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലേക്ക് നിങ്ങളൊന്ന് മെസ്സേജ് അയക്കും. ഒരുപാട് കുട്ടികൾ അവരുടെ ഡൗട്ടുകളും സംശയങ്ങളും പ്രശ്നങ്ങളൊക്കെ ഈ ഒരു nafi.edupod അയക്കുന്നുണ്ട്. എന്നെക്കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാറുണ്ട്, അത് സോൾവ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ nafi.edupod എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കുക. പക്ഷേ നിങ്ങൾ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് മെസ്സേജ് അയക്കേണ്ട ആവശ്യമില്ല. 9207998855 എന്ന നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് കോൺസെപ്റ്റ് ക്ലിയർ ആക്കിയാൽ മാത്രമേ പബ്ലിക് എക്സാം ഈസി ആവുള്ളൂ. അല്ലാതെ എക്സാമിന് തലേന്നത്തെ ലൈവ് കണ്ടുകൊണ്ട് മാത്രം പോയാൽ ഒരിക്കലും നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് നല്ല മാർക്ക് കിട്ടില്ല. പബ്ലിക് എക്സാമിന് നല്ല മാർക്ക് കിട്ടണമെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ ദൃഢനിശ്ചയം എടുക്കുക. ഇന്ന് മുതൽ ഒരു തീരുമാനമെടുക്കുക. ഇന്ന് മുതൽ ഞാൻ പഠിക്കും, ഇന്ന് മുതൽ ഞാൻ പഠിക്കുമെന്ന ഒരു ദൃഢനിശ്ചയം നിങ്ങൾ മനസ്സിലെടുത്തിട്ട് ദിവസവും 3 മണിക്കൂർ പഠിക്കാൻ തയ്യാറാവുക. അങ്ങനെ പഠിച്ച് നിങ്ങൾ കോൺസെപ്റ്റ് അല്ലെങ്കിൽ കോണ്ടന്റുകൾ ക്ലിയർ ആക്കിയാൽ മക്കളെ, അവിടെ നിങ്ങൾക്ക് പബ്ലിക് എക്സാം ഈസി ആയിരിക്കും, അല്ലെങ്കിൽ പബ്ലിക് എക്സാം ടഫ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് തന്നെ ആയാലും നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റട്ടെ. ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ നിങ്ങളുടെ മാർക്കുകളും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ചാനൽ കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ഈ ഒരു +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസിൻ്റെ ചാനൽ ഉള്ള കാര്യം അറിയാത്ത ഒരുപാട് ആളുകൾ ഇന്നും കേരളത്തിലുണ്ട്. അപ്പോൾ അവർക്ക് കേരളത്തിൽ +1 കൊമേഴ്സ് അല്ലെങ്കിൽ +1 ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന ഓരോ കുട്ടിക്കും ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. അവർ നമ്മുടെ ചാനലിലേക്ക് വരട്ടെ, നമ്മുടെ ചാനലൊന്ന് കാണട്ടെ, സെറ്റാകട്ടെ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.